ദേ ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. എത്ര പഴക്കമുള്ള ഉപ്പൂറ്റി വേദനയും നിങ്ങൾക്ക് ദിവസങ്ങൾ കൊണ്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. ദേ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരൊറ്റ തേങ്ങ മതി നിങ്ങളുടെ എത്ര പഴക്കമുള്ള കാലിൻ്റെ ഉപ്പൂറ്റി വേദനയാണെങ്കിലും ദിവസങ്ങൾ കൊണ്ട് മാറും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ഞാൻ ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഉപ്പൂറ്റി വേദനയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ, ഇത്തരത്തിൽ ഉപ്പൂറ്റി വേദനയായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പ്രായഭേദമന്യേ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ ഉപ്പൂറ്റി വേദന. പ്രത്യേകിച്ച് ഏകദേശം 50% ആൾക്കാർക്ക് ഈ ഉപ്പൂറ്റി വേദനയുമായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ പഴയ രീതിയിൽ, അതായത് പണ്ടത്തെ രീതിയിലൊക്കെയാണ് ജീവിച്ചതെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് എല്ലാ വീടുകളിലും ടൈൽസൊക്കെയാണ്. അപ്പം ഉപ്പൂറ്റി നമ്മൾ കാൽപാദം ടൈൽസിലൊക്കെ ഉറച്ചാണ് നടക്കുന്നത്. മിക്ക ആളുകളും ചെരുപ്പൊക്കെ ഇട്ട് നടക്കും. അപ്പോൾ പറയപ്പെടുന്നത് നമ്മളെ ഈ പ്രകൃതിയുമായിട്ട് നമ്മൾ ബന്ധം വളരെ കുറവാണ്. പ്രത്യേകിച്ച് മണ്ണുമായിട്ടൊക്കെ ഉള്ളൊരു ബന്ധം കുറവാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്ട്സാണ് നമുക്ക് ഈ ഉപ്പൂറ്റി വേദന, പ്രത്യേകിച്ച് വാദം അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ. അപ്പോൾ ഈ ഉപ്പൂറ്റി വേദനയായിട്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ഒരുപാട് ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇടത്ത് പോയിട്ടുണ്ട്. ചിലപ്പം പലതരത്തിലുള്ള മരുന്നുകളും നിങ്ങൾ കഴിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഏകദേശം പണ്ടുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്ന രീതിയാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഉപ്പൂറ്റി വേദനയ്ക്ക് വേണ്ടത് ഈ ഒരു സാധനമാണ്. അപ്പം ഞാൻ നേരത്തെ കാണിച്ചു തേങ്ങ. ആ തേങ്ങയുടെ തൊണ്ടാണ് നമ്മൾ ഈ എടുത്തേക്കുന്നത്. ഇത് ഞങ്ങളുടെ നാട്ടിൽ തൊണ്ടെന്നാണ് പറയുന്നത്. ഇനി മറ്റ് പേരുകളുണ്ടോ എനിക്കറിയത്തില്ല. തേങ്ങയുടെ തോട് എന്നൊക്കെ പറയും. അപ്പോൾ ഈ തൊണ്ടാണ് ഏകദേശം ഒരു പീസാണ് വേണ്ടത്. അപ്പോൾ ഇത് ചെറുതായിട്ട് നമുക്കൊന്ന് ചൂടാക്കണം. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകിൽ നിങ്ങളുടെ ഗ്യാസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുപ്പിലോ, നമ്മൾ സാധാരണ അടുപ്പിലോ ഒക്കെ വേണമെങ്കിൽ ഇത് വെക്കാം. ഈ പച്ച ഭാഗം, തൊണ്ടിൻ്റെ ഈ പച്ച ഭാഗമാണ് നമുക്ക് ചൂടാക്കേണ്ടത്. ഇത് ജസ്റ്റ് ഇതേപോലെ തീക്കകത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കുക. ചെറിയതായിട്ടൊന്ന് വാടണം. ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകരുത്. ഇപ്പോൾ ഇത് ഏകദേശം ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും ചെറുതായിട്ടൊന്ന് വാടുന്നുണ്ട്. അതേപോലെ ചെറുതായിട്ട് ജസ്റ്റ് ഒരു ഒട്ടൽ പോലെ തോന്നുകയും ചെയ്യും. അതാണ് ഒരു പരുവം. ഈ പരുവത്തിലാണ് നമുക്കിത് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ചൂടാക്കിയെടുത്ത ആ തൊണ്ട്, ഈ പച്ചത്തൊണ്ട് ഇതാണ്. ഈ പച്ചത്തൊണ്ടിൻ്റെ കൂടെ നമുക്ക് ഉപ്പൂറ്റിക്ക് ഏത് ഭാഗത്താണ് വേദന, ഇപ്പോൾ ഇവിടെ ഈ ഭാഗത്താണ് കൂടുതൽ വേദനയെങ്കിൽ നമ്മൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു തൈലം എടുക്കുക. നിങ്ങൾ ഏത് തൈലം ഉപയോഗിച്ചാലും മതി. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് തൈലമോ എണ്ണയോ ഒക്കെ ഉപയോഗിച്ചാലും മതി. ഞാൻ ഉപയോഗിക്കുന്ന ഒരു തൈലം എടുത്തു. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുക. ഉപ്പൂറ്റിയുടെ ഭാഗം നന്നായിട്ടൊന്ന് തേക്കുക. ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ മസാജ് ചെയ്ത ഭാഗത്തും ഇവിടെ ഏകദേശം ഞാൻ തൈലം തേച്ചിട്ട് മസാജ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ചൂടാക്കിയ തൊണ്ട്, ഈ പച്ചത്തൊണ്ട് ചൂടാക്കിയത് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഉപ്പൂറ്റി വേദനയുള്ള ഭാഗത്ത് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ചെറിയ ചൂട് നമ്മുടെ ഈ കാലിൻ്റെ ഉപ്പൂറ്റി ഭാഗത്ത് വരും. അപ്പോൾ തന്നെ നമുക്കൊരു ചെറിയ റിലീഫ് കിട്ടും. പക്ഷെ അത് സ്ഥിരമായിട്ടൊരു റിലീഫല്ല. ഇത് ത്രൂ ഔട്ട് നമ്മളൊരു ഏകദേശം ചൂടാക്കി ഉപയോഗിക്കാം. ഇത് 2-3 ആവർത്തി നമുക്ക് ചൂടാക്കി ചെയ്യാം. ഈ തൊണ്ട് ഇതുപോലെ നന്നായിട്ട് ചൂടാക്കി വീണ്ടും വെച്ച് കൊടുക്കാം. അപ്പം ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കാൻ പാടാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾ ഈ തൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ ചവിട്ടി പിടിച്ചാലും മതി. ഇങ്ങനെ ചവിട്ടി പിടിച്ചാലും ഈ ചൂട് നമ്മുടെ ഉപ്പൂറ്റിയിലേക്ക് കയറും. അപ്പോൾ തീർച്ചയായിട്ടും ഉപ്പൂറ്റി വേദനയായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ അറിവിൽ ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഒപ്പം ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ശ്രമിക്കുക. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.